കൊച്ചിൻ ഗുലുമാൽ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു എ ഡ്രാമാറ്റിക് മ്യൂസിക്കൽ സിനിമാറ്റിക് ബാലെ ചക്കിക്കൊത്ത ചങ്കരൻ. ചക്കിക്കൊത്തൊരു ചങ്കരൻ, ചെക്കൻ ആളു ഭയങ്കരൻ, കവലകൾ തോറും വായിൽ നോക്കി തെണ്ടി നടക്കണ സുന്ദരൻ. ചെക്കനു ചേർന്നൊരു സുന്ദരി, കണ്ടാലിവളു ഭയങ്കരി, സിനിമാ നടിയെ പോലെ ഇടയിൽ ചെത്തി നടക്കണ പെൺകുടി. ഞങ്ങൾ ആരംഭിക്കട്ടെ. ചക്കിക്കൊത്ത ചങ്കരൻ. ദൈവമേ, എന്റെ മോനൊന്ന് പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്ന് കുറഞ്ഞേനെ. ഈ മുടിഞ്ഞ വീട്ടിൽ പണിയെടുത്തന്റെ നടുവൊടിയാറായി, തുണിയലക്കണം അടിച്ചു വാരണം കഷ്ടപ്പാടിതു വേറെ. മുടിഞ്ഞ വീട്ടിൽ പണിയെടുത്തന്റെ നടുവൊടിയാറായി, തുണിയലക്കണം അടിച്ചു വാരണം കഷ്ടപ്പാടിതു വേറെ. അതെങ്ങനെയാ? അച്ഛനെന്നും പറഞ്ഞ ഒരാളുണ്ടല്ലോ, പണ്ടെങ്ങാണ്ട് ബാലയില് രാജാവിന്റെ വേഷം കെട്ടിന്ന് പറഞ്ഞ് പുള്ളി എപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്ക. ഒരു പണിക്കും പോകത്തില്ല, മകനെ കുറിച്ചൊരു ചിന്തയില്ല. ദേ മനുഷ്യനെ, ഒന്നിങ്ങോട്ട് വന്നേ. രാജാതി രാജ, ചേരാതി ചേര, മൂർഖാതി അണലി, നീർക്കോലി ഞാനൂല് മഹാരാജാവ് എഴുന്നിരുന്നു മുള്ളുന്നേ, എഴുന്നള്ളുന്നേ. വാടി വാടി മറിയക്കുട്ടി, നീയാണെന്റെ തങ്കക്കട്ടി. എടി വാടി വാടി മറിയക്കുട്ടി, എന്നും നീയാണെന്റെ പൊന്നും കട്ടി. നീ എന്റെ കരളിന്റെ ചക്കരമുത്തല്ല, നീ എന്നെ കാണുമ്പോഴേ വിത്ത വിളിക്കല. എന്നെ കണ്ടാൽ രാഗാദേടി കുടിക്കാൻ ഇച്ചിരി കഞ്ഞിതാടി. ഇങ്ങോട്ട് മാറും മനുഷ്യ. എന്ത്? ആരെവിടെ? ഇവിടെ എങ്ങും ആരുമില്ല. അല്ല, ആരുമില്ലാന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയതാ. ഈ നശിച്ച ആരെവിടെയും ആ പഴഞ്ചം വാടും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം ഓർത്തത്. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു. അതെവിടെയാണ്? എവിടെയാന്നോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. നോറിട്ട് അങ്ങോട്ട് അടുക്കാൻ മേല. ആ വാളിന്റെ കാര്യമല്ല പറഞ്ഞത്, നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന ശ്രീധരത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ കാര്യം വിളിക്കുന്നോ? അയ്യോ 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 ഈശ്വരാ, എന്തിന് നീ എന്നെ വിലയില്ലാത്ത രാജാവാക്കി മാറ്റി? എന്നാൽ നാം ഈ അന്തപുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ കൊണ്ട് ഈ ഒടുക്കത്തെ ചൂതുകളെ അങ്ങ് നിർത്തിയേക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ 4 പേരും ചൂതുകളിക്കാരായിരുന്നു. അവരെ പോലെ അടി ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയവന്മാരെ ഒപ്പിച്ച പോരെ? ഈശ്വരാ, എന്നെ എന്തിനിങ്ങനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? ഓ എന്റെ പൊന്നു മഹാരാജാവേ, എന്നാടി? നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരുമോ? എന്ത് വരാന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ വരാതിരിക്കോടി, വരാതിരുന്നാലേ എന്റെ പരാതി തീരൂല. വരാന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ വരാതിരിക്കോടി, വരാതിരുന്നാലേ എന്റെ പരാതി തീരൂല. രാവിലെ ഏത് പട്ടിയാണ് എന്റെ പട്ടിനെ കിട്ടുന്നത്? അയ്യോ, അത് കല്യാണ ബ്രോക്കറാ. ആണോ? കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. ഓഹോ, സൽക്കല ദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുണർന്നു, സർഗസംഗീതമുണർന്നു. സരിഗമവതരിസ സൽക്കല ദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുണർന്നു, സർഗസംഗീതമുണർന്നു. സരിഗമവതരിസ വർക്കല ശർക്കര ശർക്കര. ഓക്കേ, ദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുണർന്നു, സർഗസംഗീതമുണർന്നു. സംപൂജ്യരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ നിർത്തൂ. അയ്യോ, ഇതാരാ? അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലേക്കാരനാടാ, പാലേക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്ന് വെച്ചാൽ ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത്?
ഇന്നലെ ഒരു കഥാപ്രസംഗ പരിപാടി ഉണ്ടായിരുന്നു. തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പൽ അടിച്ചോ, പക്ഷെ എനിക്കിട്ടടിക്കല്ലേ. കാർത്തിക ശ്രേഷ്ഠ, അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിന് ഇല്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തോ ഒരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട അതിന്റെയാ ഈ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? താൻ എനിക്ക് കിളി പോലൊരു പെണ്ണിനെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്ന മൂങ്ങയല്ലേടോ താൻ കെട്ടിച്ചു തന്നത്? മൂങ്ങ എന്താ കിളി അല്ലേ? നിങ്ങൾ വായും പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണൊന്നു പോകുമ്പോൾ ആളുകൾ അന്തിച്ച് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, സ്ത്രീധനം വേണ്ടോളം കിട്ടിയിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, എസ് ജാനകിയാണവൾ, ദലീമയാണവൾ. മേക്കപ്പ് ഇല്ലെങ്കിൽ വല്യമ്മയാണവൾ. സിമ്പൽ അടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ. പോരെടുത്താൽ എന്താ കുഴപ്പം? എന്നോട് പോരെടുത്താൽ അവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, ഞാൻ തലമണ്ട തല്ലിപ്പൊളിക്കും. എന്നോട് ചൂടായെന്നാൽ അവളെ ചുടുകട്ടക്കെറിഞ്ഞോടിക്കും, ചൂടുവെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്ന് നടക്കുന്ന ആ യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണ് കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ അവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. കുരുത്തം കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ആ കുരുത്തം കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല തല്ലുകൊണ്ടെന്നാലും ഇളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദക്ക് കളഞ്ഞിക്കൊള്ളണം കേട്ടോ. അല്ല, എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പ തന്നെ ഇവിടെ കിട്ടും. ഈശ്വരാ, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, ഭ്രാന്ത, നാം കല്യാണ മാമാങ്കത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ, ഹലോ, ഓ റോസമ്മച്ചരൻ സ്പീക്കിംഗ്. അതെ 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 അതെ. അയ്യോ, ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഞാൻ ഹസ്സിനെ വിടാം. ഓ, ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ, ബൈ ബൈ. അയ്യോ, ആരാ അത്? ഞങ്ങളാണ്. കയറി വരൂ. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കനെ കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷെ ഏതാ ഈ ഹനുമാൻ? എന്താ നാം ആരാണെന്ന് ഈ വാക്രീത വിക്രീഡത്തോട് പുലമ്പിക്കൊടുക്കൂ. അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തന്ത. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട കാജാബീഡികൾ അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പല്ല് കാണും ചെറുക്കൻ ശ്യാമളൻ കോമളൻ വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീണ്ട കാജാബീഡികൾ